ഒരു മലയാള നടനെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഏത് നടനെ ആണെന്ന് നിങ്ങൾക്കറിയാമോ? അതാരാണെന്ന് അല്ലെങ്കിൽ അത് ആരൊക്കെയാണ് എന്നാണ് നോക്കാൻ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ 5 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ലിസ്റ്റിൽ 5-മത്തേത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിന്റെ വിക്രത്തിലൂടെ വന്ന് അതുപോലെ തന്നെ വടിവേലിന്റെ കൂടെ മാമൻ എന്ന സിനിമയിൽ ലഭിച്ചു. അങ്ങനെ വലിയൊരു ജനപ്രീതിയാണ് തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട്. പിന്നെ അല്ലു അർജുന്റെ കൂടെ പുഷ്പയിലും അഭിനയിച്ച് അങ്ങനെ വലിയൊരു ഫാൻ ബേസ് തന്നെ ഇന്ത്യൻ സിനിമയിൽ ഫഹദ് ഫാസിലിനുണ്ട്. ഇനി 4-മത്തേത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജും സലാറിൽ അഭിനയിച്ചു. അതുപോലെ തന്നെ അതിന് മുന്നേയും ഇന്ത്യയിലും തമിഴിലും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പൃഥ്വിരാജാണ്. ഇനി 3-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെയാണ്. ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടും ഈ ഒരു 3-ാം സ്ഥാനത്തേക്ക് എത്തി. എന്നാൽ ഇതിന് മുന്നേയും ഈ ഒരു ലാലേട്ടൻ ഗൂഗിൾ സെർച്ചിങ്ങിൽ 1-ാമത് വരെ എത്തിയിട്ടുണ്ട് ലാലേട്ടൻ. ഈ ഒരു ലിസ്റ്റ് 2-ാമതുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെയാണ്. കാരണം വലിയൊരു ഹിറ്റ് ചിത്രങ്ങളാണ് ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ആയിട്ട് വലിയ ചിത്രങ്ങളാണ് മമ്മൂക്കയുടേതായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് ചെറിയ ചിത്രങ്ങൾ, ഓഫ് ബീറ്റ് പടങ്ങൾ വരെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങളായിരുന്നു. നൻപകൽ നേരത്ത് മയക്കം, അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങി കാതൽ ദ കോറും ഉള്ളത്. ഏതായാലും അടുത്ത വർഷവും മമ്മൂക്ക തന്നെ ഈ ഒരു സ്ഥാനം 1-ാമതെത്താനുള്ള കളിയാണ് കളിക്കുന്നത്. അജാതി പടങ്ങളാണ് മമ്മൂക്കയുടേതായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ലിസ്റ്റിൽ 1-ാമത് ആരാണെന്നല്ല, അത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനാണ്. കാരണം അവസാന സിനിമ ഒരു ആവറേജ് സിനിമയായിട്ട് കൂടി വലിയ തോതിൽ ഈ ഒരു ചിത്രം പാൻ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞിരിക്കുന്ന ഒരു മലയാള നടൻ ആരാണെന്ന് വെച്ചാൽ അത് ദുൽഖർ സൽമാൻ തന്നെയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളും അതുപോലെ തന്നെ പുറത്ത് ഫാൻ ബേസ് ഉള്ളത് ദുൽഖറിന് തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾക്കാണ് ആളുകൾ അധികവും കാത്തിരിക്കുന്നത്. ഇനി വരാനുള്ള സിനിമകളാണ് വമ്പൻ പ്രോജക്റ്റുകളാണ്. സൂര്യ സുധ ഡിക്യു മൂവിയാണ് അടുത്തത്. പിന്നെ പ്രോജക്റ്റ് കെ തെലുങ്കിൽ കമൽഹാസന്റെ ഒപ്പം മണിരത്ന മൂവി. അങ്ങനെ തെലുങ്കിലും തമിഴുമായിട്ട് വമ്പൻ പ്രൊജക്റ്റുകൾ വരുന്നു. ഇതൊക്കെ തന്നെയാണ് ദുൽഖറിനെ ഈ ഒരു ഗൂഗിൾ സെർച്ചിങ്ങിൽ നമ്പർ 1 ആക്കിയതും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്